കോറിയിൽ അപകടം, ചികിത്സാ ചെലവ് ലഭിച്ചില്ലെന്ന് വീട്ടുകാർ. പാറയിൽ പ്രവർത്തിക്കുന്ന PPK ഗ്രാനൈറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കോറിയിൽ പണിയെടുക്കുമ്പോഴാണ് പാറ പൊട്ടിക്കുന്നതിനിടയിൽ കല്ല് തലയിൽ വീണ് അമ്പലപ്പാറ സ്വദേശി കല്ലിങ്കൽ വീട്ടിൽ രാമചന്ദ്രന് ഗുരുതരമായി പരിക്ക് ഏൽക്കുന്നത്. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ദീർഘകാലം ചികിത്സ നടത്തിയെങ്കിലും ആശുപത്രി ചെലവുകൾ മാത്രമാണ് കമ്പനി നൽകിയത്. പുറമേ നിന്നും വാങ്ങിയ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ചെലവുകൾ തരാമെന്ന് പറഞ്ഞ് തങ്ങളെ കബളിപ്പിക്കുകയായിരുന്നെന്നും അമ്പലപ്പാറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് നിയമ നടപടികളുമായി മുന്നോട്ട് പോകരുതെന്നും ആവശ്യമായ നഷ്ടപരിഹാരം വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് കോറി ഉടമസ്ഥരുമായി ഒത്തുകളിയാണ് നടത്തിയതെന്നാണ് വീട്ടുകാർ പറയുന്നത്. അപകടത്തിൽ ചികിത്സയ്ക്ക് ശേഷം രാമചന്ദ്രൻ പൂർണ്ണമായി ജീവിതത്തിലേക്ക് തിരിച്ച് വന്നിട്ടില്ല. ഇനിയും സർജറികൾ നടത്തിയാൽ മാത്രമേ എന്തെങ്കിലും മാറ്റമുണ്ടാവൂ എന്നാണ് ഡോക്ടർമാരും പറയുന്നത്. ഇനി ചികിത്സിക്കാനുള്ള പൈസ തങ്ങളുടെ കയ്യിലില്ലെന്നും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇടപെട്ട് ഇല്ലാതാക്കിയെന്നും വീട്ടുകാർ ആരോപിക്കുന്നത്. ആവശ്യമായ ചികിത്സാ ചെലവുകൾ ലഭിക്കുന്നതുവരെ കോറിയുടെ മുൻപിൽ കുടുംബാംഗങ്ങൾ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് പത്രസമ്മേളനത്തിൽ രാമചന്ദ്രന്റെ ഭാര്യ ചന്ദ്രിക പറഞ്ഞു. November 23-ാം തീയതിയാണ് ഇങ്ങനെ അപകടം പറ്റിയിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത്. അപ്പോൾ അവർ എല്ലാ ഇതും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കി. പിന്നെ അവർ അതിലൊക്കെ ഒന്നും ഒരു ബാധകമല്ലാത്ത രീതിയിൽ സംസാരിക്കാറുണ്ട്. ഞങ്ങളോട് എല്ലാ തെളിവും അവരുടെ കയ്യിൽ പെട്ട് കഴിഞ്ഞതിന് ശേഷം എല്ലാം എഴുതി ഒപ്പിട്ട് തന്നാലാണ് പൈസ അടയ്ക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. എന്നതിന് ശേഷമാണ് ഇപ്പോൾ അവർ കുറച്ച് പൈസ അടച്ചത്. പിന്നെ ഇങ്ങനെ തരാമെന്ന് പറയുന്നല്ലാണ്ട് തരുന്നില്ല. അവർ വന്ന് നോക്കാൻ പോലും വരാതെ. ഫസ്റ്റിൽ അവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞത് ഞങ്ങളോട് അങ്ങനെയൊന്നല്ല, ഏതറ്റം വരെ ആയാലും ഞങ്ങൾ പോയിട്ട് നോക്കാമെന്നുള്ളതാണ് പറഞ്ഞിട്ടാണ് അവർ തൃശ്ശൂർ ജൂബിലിയിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്തത്. ഫസ്റ്റ് വെള്ളുവനാട് ആശുപത്രിയിൽ, അവിടുന്ന് ജൂബിലിയിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്തത്. അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ കമ്പനി PPK ക്രഷർ വിൽക്കാൻ പറ്റാ. സംഭവിച്ചത് കോറിയിൽ പണിക്ക് പോയി ഉച്ചയ്ക്ക് വെടി പൊട്ടിക്കുമ്പോൾ തലയ്ക്ക് കല്ല് തെറിച്ചതാണ്. എന്നിട്ട് അവർ പറഞ്ഞുണ്ടാക്കിയത് കുഴഞ്ഞു വീണതാണ് എന്നാണ്. കുഴഞ്ഞു വീണതാ പറഞ്ഞ് പണിക്കാരോടൊക്കെ ഒപ്പമുള്ള പണിക്കാരോടൊക്കെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞാൽ മതി പറഞ്ഞിട്ട് അവരെയും ഭീഷണിപ്പെടുത്തിയിട്ട് അവരിത് സത്യം പറഞ്ഞില്ല. അങ്ങനെയാണ് ഉണ്ടായത്. ഇപ്പം എന്താണ് ആളുടെ സ്ഥിതി? എന്താ ഇപ്പോൾ കോമ സ്റ്റേജിൽ തന്നെ, സംസാരിക്കുക അങ്ങനെ ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ കിടക്കുന്നു മാത്രം. ഇടയ്ക്കൊന്നും ഇങ്ങനെ കണ്ണു തുറക്കും, അത്രേ ഉള്ളൂ. അവരാണെങ്കിൽ ഒരു സഹായം ചെയ്യണില്ല. ഞങ്ങൾക്ക് ഒന്നിനും പറ്റാത്തൊരവസ്ഥയിൽ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലുള്ള അതാണ്. ഏക വരുമാനം അവരുടെ ആയിരുന്നു. പിന്നെ ഇപ്പം മകന് പറഞ്ഞാൽ 3 ദിവസം പണി ഉണ്ടാവും ആഴ്ചയിൽ. ഇപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ഈ സംഭവിച്ചിട്ട് എവിടെയെങ്കിലും പരാതി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഇവർ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പരാതി കൊടുത്തില്ല. അവർ എല്ലാ സഹായങ്ങളും അവർ ചെയ്യാമെന്ന് ആദ്യം പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ പരാതി കൊടുത്തില്ല. അവർ കൊടുക്കണ്ടെന്ന് പറഞ്ഞത് കാരണം കൊടുക്കാതിരുന്നു.